സ്ഥിരമായി ഗ്യാസ് കയറാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വയറ് കട്ടിയായി നെഞ്ചെരിച്ചിലും ഏമ്പക്കവും വന്നിട്ടൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? അതൊന്നെങ്കിൽ നമ്മുടെ ഡൈജഷൻ ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ടാകാം, അതല്ലെങ്കിൽ അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ആകാം. കാറ്റ് കൗ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു മൂവ്മെൻറ്റ്സ് കിട്ടും. അതുവഴി അവിടെ കെട്ടിക്കിടക്കുന്ന ഗ്യാസൊക്കെ പുറത്തേക്ക് പോകാൻ ഈ ഒരു മൂവ്മെൻറ്റ്സിനെ കൊണ്ട് സഹായിക്കും. സ്ഥിരമായി ഗ്യാസ് കയറാറുണ്ടോ? വയറ് വീർത്ത് എല്ലായ്പ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വയറ് കട്ടിയായി നെഞ്ചെരിച്ചിലും ഏമ്പക്കവും വന്നിട്ടൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, ഐ എം ഡോക്ടർ അരുണിമ, Q1B ഹെൽത്ത് കെയർ, താമരശ്ശേരി. പലരും വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ അധികമൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കിനും വയറ് വീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് നെഞ്ഞ് വരെ ഗ്യാസ് കയറുന്നുണ്ട്, അതിന് മാത്രമുള്ളതൊന്നും ഞാൻ കഴിക്കുന്നുമില്ല, എന്തുകൊണ്ടാണ് അതെന്നൊക്കെ. ഈ ഗ്യാസ് കയറുന്നതിന് പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം. അതൊന്നെങ്കിൽ നമ്മുടെ ഡൈജഷൻ ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഗട്ടിലെ മൈക്രോബ്സിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ അതുകൊണ്ടാകാം, അതല്ലെങ്കിൽ അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ആകാം. എന്തുകൊണ്ടാണ് ഈ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് നമ്മളെ ഡൈജഷൻ സ്ലോ ആണെങ്കിൽ, അതായത് നമ്മുടെ അഗ്നി കുറവാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല. അങ്ങനെ നടക്കാതെ വരുമ്പോൾ അത് ആമമായിട്ട് അവിടെ അവിടെ അത് ടോക്സിൻസ് ആയിട്ട് അതവിടെ നിൽക്കുകയാണ് ചെയ്യുക. അതിനൊരു ഫെർമെൻറ്റേഷൻ സംഭവിക്കും. അപ്പോൾ ആ ഒരു ഫെർമെൻറ്റേഷൻ സംഭവിക്കുമ്പോൾ ഗ്യാസ് വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് നമ്മളുടെ ഗട്ടിലെ മൈക്രോബ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൽ കോടിക്കണക്കിന് മൈക്രോബ്സ് ഉണ്ട്. അത് നമ്മളുടെ നല്ല മൈക്രോബ്സ് ആകുമ്പോൾ നമ്മളുടെ ദഹനത്തിന് അത് നല്ല രീതിയിൽ സഹായിക്കുന്നവയാണ്. അവയുടെ ഒരു ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസിഡിറ്റി, IBS പോലുള്ള കണ്ടീഷൻസ്, അതല്ലെങ്കിൽ ബ്ലോട്ടിങ്, ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും. ഈ ഗ്യാസ് ഉണ്ടാക്കുന്നത് 3 തരത്തിലുള്ള മൈക്രോബ്സ് ആണ്. ഒന്നാമത്തതാണ് മീഥേൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ബാക്ടീരിയ. അത് നമ്മളുടെ വയറ് വീർത്തിരിക്കാനും കട്ടിയായിട്ടിരിക്കാനും അതാണ് കാരണമാകുന്നത്. രണ്ടാമത്തതാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള മൈക്രോബ്സ്. അവ നല്ല രീതിയിൽ ഗ്യാസ് ഉണ്ടാക്കും. മൂന്നാമത്തതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. അതുണ്ടാകുമ്പോഴും ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ശരീരത്തിൽ ഗ്യാസ് ഉണ്ടാകുന്നത് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അത് ഗ്യാസായിട്ട് മാറും. ഇവയുടെ ഒരു ആക്ഷൻ കൂടുതലാകും. അപ്പോൾ പെട്ടെന്ന് അത് ഗ്യാസാക്കി മാറ്റും. മൂന്നാമത്തതാണ് ഫുഡ് ഇൻടോളറൻസ്. ചിലരുടെ ശരീരത്തിന് ചില ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ പലർക്കും പലതായിരിക്കാം. ചിലർക്കത് പാല്, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള മൈദ, ഗോതമ്പ്, ബാർലി പോലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പാസ്ത, നൂഡിൽസ്, ഇതൊന്നും ദഹിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലർക്ക് ഷുഗർ ആയിരിക്കാം, ഷുഗർ ഡ്രിങ്ക്സ്, ഇതൊന്നും ദഹിപ്പിക്കാനുള്ളൊരു ആവതുണ്ടാവില്ല. അങ്ങനെയുള്ളവരിലും ഗ്യാസിൻ്റെ അളവ് കൂടുതലായിട്ട് കാണും. നാലാമത്തതാണ് സ്ട്രെസ്സ് ആൻഡ് ആങ്സൈറ്റി. ഇതാണ് ഭൂരിഭാഗം ആളുകളിലും കൂടുതലും ഗ്യാസ് ഉണ്ടാക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു സ്ട്രെസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മളുടെ ഒരു ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പോൾ വീണ്ടും ഗ്യാസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മൾ ശരിയായ രീതിയിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലൊക്കെ. പിന്നുള്ളത് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുക, അതായത് അധികം മൂവ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ നമ്മൾ ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക്, ഇവരിലൊക്കെ ഗ്യാസ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ മലബന്ധമുള്ളവർക്ക്. നമ്മളുടെ മോഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അങ്ങനെ നടക്കാതെ വരുമ്പോൾ ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മളുടെ ഗട്ടിൽ തന്നെ വീണ്ടും അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെ വീണ്ടും ഗ്യാസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളുള്ളവരിൽ ഗ്യാസ് നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട്. രാവിലെ തന്നെ ഈ ഒരു ഗ്യാസ് ഉണ്ടാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു ചൂടുവെള്ളം കുടിക്കുന്നത്. ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ബ്ലോട്ടിങ് നല്ല രീതിയിൽ കുറയും. അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും.
അതേപോലെ നമ്മളുടെ ആ ഒരു ഗട്ടിൻ്റെ മോട്ടിലിറ്റി ഇൻറ്റസ്റ്റൈൻ്റെ ഒരു മോട്ടിലിറ്റി കൂട്ടാനും മൂവ്മെൻറ്റ്സ് കൂട്ടാനും അതോടൊപ്പം ബവൽ മൂവ്മെൻറ്റ് കൂട്ടാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചൂടുവെള്ളം കുടിക്കുന്നതിൽ അതിൽ നമുക്ക് കുറച്ച് മഞ്ഞളോ അതല്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ഒക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. പക്ഷെ അധികം നെഞ്ചരിച്ചിലോ പുളിച്ചുകെട്ടലോ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരു ലൈറ്റ് സ്ട്രെച്ചിങ് കൊടുക്കുക എന്നുള്ളത്. അതായത് എഴുന്നേറ്റ ഉടനെ ബെഡിൽ കിടന്ന് ഫോൺ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ഒരു 5-10 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള സ്ട്രെച്ചിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പവനമുക്താസന പോലുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ കാറ്റ് കൗ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണ് ഒരു മൂവ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ ശരീരത്തിനൊരു മൂവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ അതേപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈനും അതായത് കുടലുകൾക്കും അതേ രീതിയിലൊരു ചലനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുവഴി അവിടെ കെട്ടിക്കിടക്കുന്ന ഗ്യാസൊക്കെ പുറത്തേക്ക് പോകാൻ ഈ ഒരു മൂവ്മെൻറ്റ്സിനെ കൊണ്ട് സഹായിക്കും. മൂന്നാമത്തതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതായത് പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതായത് അധികം ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത്. ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം നമ്മൾ രാവിലെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ കുറവായിരിക്കും അല്ലെങ്കിൽ ജെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ ഇത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഒരു ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല. അതവിടെ ആമായിട്ട് നിന്നാൽ അവിടെ ഒരു ഗ്യാസ് ഫോർമേഷന് ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് നമ്മൾ ഓട്സ് മീൽ നല്ലതാണ്. അതേപോലെ പുളിപ്പിച്ചിട്ടുള്ള ഇഡ്ഡലി, ദോശ, അതേമാതിരി കഞ്ഞി കുടിക്കുക, രാഗിക്കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴങ്കഞ്ഞിയോ ഒക്കെ കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പാലും മുട്ടയും കഴിക്കാം, അല്ലെങ്കിൽ മുട്ടയും പഴവും കഴിക്കാം. ഇതൊക്കെ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും എന്തെങ്കിലും രീതിയിൽ കഴിക്കുന്നത് ഈ വേണ്ടാത്ത ഹൈ ആയിട്ട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, പൊരിച്ചെടുത്തിട്ടുള്ള കടികൾ, എണ്ണക്കടികൾ, ഇതൊക്കെ ധാരാളം രാവിലെ തന്നെ കഴിക്കുന്നവരുണ്ട്. പൊറോട്ട കഴിക്കുന്നവരുണ്ട്. ഇതൊക്കെ രാവിലെ ഹെവിയാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോർണിംഗ് ഒരു പ്രോബയോട്ടിക് ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണത്തിൽ. അതൊന്നെങ്കിൽ ഈ പ്രോബയോട്ടിക് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഗട്ടിലെ നല്ല നല്ല മൈക്രോബ്സിനൊക്കെ കൂട്ടാൻ സഹായിക്കും. അതുവഴി നമ്മളുടെ ഡൈജഷനും അതുപോലെ തന്നെ എല്ലാത്തിനും ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഗ്യാസിൻ്റെ ഇതൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, അത് നമ്മൾ യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ടൊക്കെ പോലുള്ള യോഗേർട്ട്, തൈര്, പിന്നെ നമ്മളുടെ മോര്, പുളിയില്ലാത്ത മോരുകൾ, അല്ലെങ്കിൽ പഴങ്കഞ്ഞി, ഇഡ്ഡലി, ദോശ, ഇതേപോലുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അഞ്ചാമത്തേതായിട്ടുള്ളതാണ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യുന്നത്. അതായത് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പം നമ്മൾ ഈ സ്ട്രെസ്സിനെയൊക്കെ, അതായത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഡീപ്പ് ബ്രീത്തിങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മൈൻഡ് ഒന്ന് കൂളാകാനും സഹായിക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 4 മിനിറ്റ് എടുത്തിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ദീർഘശ്വാസമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് അതൊരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു 6 സെക്കൻഡ് എടുത്തിട്ട് പതുക്കെ അത് റിലീസ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ ഉള്ളൊരു സ്ട്രെസ്സും ആ കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് നമുക്കൊരു കാംനെസ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു 5 കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഗ്യാസിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള വയറുവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നമ്മൾ ഭാരം കുറയുന്നുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ മലത്തിലൂടെ ബ്ലഡ് രക്തം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മലബന്ധം ഉള്ളവരാണെങ്കിൽ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ എന്തായാലും കാണണം, വെച്ചുകൊണ്ടിരിക്കരുത്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ രാവിലെ എല്ലാ ദിവസവും ചെയ്തു നോക്കൂ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗ്യാസൊക്കെ നല്ല രീതിയിൽ മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശരീരത്തിന് തന്നെ ഒരു ലൈറ്റ്നെസ് തോന്നും.
അതേമാതിരി നമ്മളെ വയറൊക്കെ ഒന്ന് ഫ്ലാറ്റ് ആയ മാതിരിയൊക്കെ തോന്നുന്നതാണ്. ഇന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്